നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിൽ 2 ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് കേസുകൾ കണ്ടെത്തിയതായി സ്ഥിരീകരണമുണ്ടായിരിക്കുകയാണ്. വിവിധ ശ്വാസകോശ സംബന്ധമായ വൈറസുകൾക്കായുള്ള ICMR പതിവ് നിരീക്ഷണത്തിലൂടെയാണ് ഈ കേസുകൾ തിരിച്ചറിഞ്ഞത്. ബ്രോങ്കോപ്ന്യൂമോണിയ ലക്ഷണമുള്ള 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷമാണ് HMPV സ്ഥിരീകരിച്ചത്. കുട്ടി ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു. 8 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. സ്വകാര്യ ലാബിലെ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് യാത്രാ പശ്ചാത്തലമില്ല. ഇതിനാൽ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാനാണ് തീരുമാനം. കുഞ്ഞിന് HMPVയുടെ ഏത് വകഭേദമാണ് ബാധിച്ചിരിക്കുന്നതെന്ന് അടക്കം വ്യക്തമാക്കാനുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുഞ്ഞിന് എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് പരിശോധിക്കുന്നതായി കർണാടക അറിയിച്ചു. കുഞ്ഞിന് കടുത്ത പനി അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. HMPV ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ നടത്തിയ പരിശോധനകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കുഞ്ഞിന് ചൈനയിൽ കണ്ടെത്തിയ HMPV വകഭേദമാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 2019 ലോകത്ത് ആദ്യമായി HMPV രോഗബാധ ഉണ്ടാകുന്നത്. കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്നത് ബംഗളൂരുവിൽ പ്രധാന സ്വകാര്യ ആശുപത്രികളിലൊന്നിലാണ്. ഇവിടെ തന്നെ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ പ്രകാരം നടപടികൾ സ്വീകരിച്ചതായി ആശുപത്രിയിൽ നിന്ന് അറിയിച്ചു. തങ്ങളുടെ ലാബിൽ സാമ്പിൾ പരിശോധിച്ചിട്ടില്ല എന്ന് സർക്കാരിന്റെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനകളിൽ സംശയിക്കേണ്ട കാര്യമില്ലെന്നും ആരോഗ്യ വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. HMPV എന്ന ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് സാധാരണയായി 11 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടുതലായി പടരുന്നത്. എല്ലാ ഫ്ലൂ സാമ്പിളുകളിൽ 0.7% HMPV ആണ്. എന്നാൽ ചൈനയിൽ കണ്ടെത്തിയ വൈറസിന്റെ സ്ട്രെയിൻ എന്താണെന്നതിനെ കുറിച്ചുള്ള ഡേറ്റ ഇല്ലാത്തതിനാൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് ചൈനയിൽ ഉടനീളം പടരുകയാണെന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് സ്ഥിരീകരിച്ച് 5 വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം. വൈറസ് അതിവേഗം പടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. HMPVയെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യവുമില്ല. തണുപ്പ് കാലത്ത് ശ്വാസകോശ അണുബാധ സാധാരണമാണ്. ഇത്തരം അണുബാധകൾക്കെതിരെ മുൻകരുതൽ എടുക്കണം. ചുമയോ പനിയോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്തിടപഴകുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ചൈനയിൽ രോഗബാധ വർദ്ധിക്കുന്നതായി വാർത്താ ഏജൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ള സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ഉണ്ടായെങ്കിലും അധികൃതർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇൻഫ്ലുവൻസ എ, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ, കോവിഡ് തുടങ്ങിയവയും പടർന്നു പിടിക്കുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് ഈ വൈറസ് കാര്യമായി ബാധിക്കുന്നതെന്നാണ് വിവരം. ഫ്ലൂ ആയോ, ചുമ, ജലദോഷം, പനി, തുമ്മൽ എന്നിങ്ങനെയൊക്കെ ആദ്യം ശരീരത്തിൽ കയറുന്ന വൈറസ് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ പിന്നീട് ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ എന്നിവയിലേക്ക് കടക്കുമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത്. ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ HMPV കേസുകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. അനിയന്ത്രിതമായ രീതിയിലുള്ള വൈറസ് വ്യാപനം കാരണം ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ലോകാരോഗ്യ സംഘടനയും മൗനം പാലിക്കുന്ന സാഹചര്യമാണുള്ളത്. ചൈനയിലെ ആശുപത്രികളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ചികിത്സ തേടുന്നത്. രാജ്യത്ത് ന്യൂമോണിയ കേസുകളിൽ ഉണ്ടാകുന്ന വർധനവ് കണ്ടെത്തുന്ന ലക്ഷ്യത്തോടെ ഒരു പുതിയ നിരീക്ഷണ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ മാസ്ക് ധരിക്കണമെന്നും കൈകൾ ശുചിയായി സംരക്ഷിക്കണമെന്നും സാമൂഹിക അകലം പാലിക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യ വിദഗ്ധർ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹോങ്കോങ്ങിൽ HMPV കേസുകൾ റിപ്പോർട്ട് ചെയ്തതായുള്ള ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ചൈനയിലെ സാഹചര്യങ്ങൾ ഇന്ത്യയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ചൈനയിൽ HMPV മൂലമുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ചൈനയിലെ സ്ഥിതി അസാധാരണമല്ലെന്നും ശ്വാസകോശ അണുബാധകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യ തയ്യാറാണെന്നും ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ചൈനയിലെ സാഹചര്യം സമയബന്ധിതമായി അറിയിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയ യോഗം ചേർന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. അതേസമയം അവശ്യ സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ ആശുപത്രികൾ സജ്ജമാക്കാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് HMPV. ഇത് എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെ ബാധിക്കും. കൊച്ചുകുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിങ്ങനെയാണ് ഇത് കൂടുതലായി ബാധിക്കുക.
2001 ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞതും. ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിങ്ങനെയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചില കേസുകളിൽ വൈറസ് ബ്രോങ്കിറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്കും നയിച്ചേക്കാം. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. കുട്ടികളിലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ 10% മുതൽ 12% വരെ HMPV മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഗവേഷകർ പറയുന്നു. 5% മുതൽ 16% വരെ കുട്ടികളിൽ ന്യൂമോണിയ പോലുള്ള താഴ്ന്ന ശ്വാസകോശ ലഘുലേഖ അണുബാധയും ഉണ്ടാകാം. HMPV ഉള്ളവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരുന്നു. വടക്കൻ പ്രവിശ്യകളിൽ 14 വയസ്സിന് താഴെ ഉള്ളവരിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇത് തടയാനായി കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ പതിവായി കഴുകണം. കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കണം. ഇടയ്ക്കിടെ സ്പർശിക്കുന്ന പ്രതലങ്ങൾ, ഡോഗ് നോബുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ വൃത്തിയാക്കുകയും ചെയ്യുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.